പ്രിയപ്പെട്ടവരെ, ആഗസ്റ്റ് 15-ന് നമ്മുടെ രാജ്യം 75-ാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു. 1947 വരെയുള്ള നമ്മുടെ രാജ്യം 3300 BCE മുതൽ 1947 വരെയുള്ള ഇന്ത്യയെ അവതരിപ്പിക്കുന്നു. ഈ വീഡിയോ ഞങ്ങൾ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സമർപ്പിക്കുന്നു. 3300 BCE മുതൽ 1700 BCE വരെ നമ്മുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരമാണ്. ആളുകൾ മലകളിൽ നിന്ന് ഇറങ്ങി നദീതടങ്ങളിൽ താമസിച്ച് തുടങ്ങിയ കാലത്താണ് ഈ സംസ്കാരം നിലവിൽ വന്നത്. പ്രധാനമായും ഹാരപ്പയും മോഹൻജൊഡാരോയുമാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്ന പട്ടണങ്ങൾ. വെങ്കലയുഗമെന്നും ഈ കാലഘട്ടം അറിയപ്പെടുന്നു. 1700 BCE ആയപ്പോഴേക്കും നഗരങ്ങൾ തകർന്ന് വ്യാപാര ശൃംഖല തകർന്ന് ഒരു വലിയ യുദ്ധമുണ്ടായെന്നും ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. അങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അവസാനിച്ചു. ചരിത്ര താളുകളിൽ പുരാതന മതങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ജൈനമതം, ഇന്ത്യൻ മതം അച്ചടക്കമുള്ള അഹിംസയിലൂടെ ആത്മീയ വിശുദ്ധിയിലേക്കും പ്രബുദ്ധിയിലേക്കും ഒരു പാത. 24ാമത് തീർത്ഥങ്കരമായ മഹാവീര 599 BCയിൽ ജനിക്കുന്നു. വർദ്ധമാന മഹാവീരൻ അറിവിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അവസാന അധ്യാപകൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ബുദ്ധമതമോ? 563 BCയിൽ ശാക്യവംശത്തിലാണ് ബുദ്ധൻ ജനിച്ചത്. കുലീന കുടുംബത്തിൽ ജനിച്ചെങ്കിലും അദ്ദേഹം ഒടുവിൽ ലൗകിക ജീവിതം ഉപേക്ഷിച്ചു. ഗംഗാ സമതലത്തിലുടനീളം സഞ്ചരിച്ച് ഒരു മതസമൂഹത്തെ പഠിപ്പിക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഗൗതമ ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ വാമൊഴിയിലൂടെ കൈമാറി പിന്നീടുള്ള തലമുറകൾ ഇതെല്ലാം എഴുതി സൂക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ഉത്തമ സത്യങ്ങൾ: കഷ്ടതയുടെ സത്യം, കഷ്ടതയുടെ കാരണത്തിന്റെ സത്യം, കഷ്ടതയുടെ അവസാനത്തിന്റെ സത്യം, കഷ്ടതയുടെ അവസാനത്തിലേക്കുള്ള വഴിയിലെ സത്യം. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് മധ്യ, കിഴക്ക്, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ബുദ്ധമതം വികസിച്ചു. നമ്മുടെ ചരിത്രത്തിലെ അടുത്ത പ്രധാന സംഭവം എന്താണ്? 321 BCയിലാണ് മൗര്യ സാമ്രാജ്യം ഉടലെടുത്തത്. ചന്ദ്രഗുപ്ത മൗര്യരായിരുന്നു അന്നത്തെ രാജാവ്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്ര. ചാരപ്രവർത്തനത്തെ കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ ഇതിൽ പ്രതിപാദിക്കുന്നു. 300 BCയിൽ ബിന്ദുസാര രാജ്യപാലനം ഏറ്റെടുക്കുന്നു. അതിനുശേഷം മൗര്യ സാമ്രാജ്യത്തിന്റെ സാരഥി അശോക ചക്രവർത്തി ആയിരുന്നു. ഈ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടല്ലേ കലിംഗ യുദ്ധം? അതെ, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധം 265 BCയിലായിരുന്നു അത്. അശോക ചക്രവർത്തിയും കലിംഗ രാജ്യത്തിന്റെ ഭരണാധികാരിയും തമ്മിലായിരുന്നു അത്. ഏറ്റവും അധികം രക്തം ചിന്തിയ ഈ യുദ്ധത്തിൽ അശോക ചക്രവർത്തി വിജയിച്ചെങ്കിലും അദ്ദേഹം യുദ്ധത്തിന്റെ രക്തച്ചൊരിച്ചിലും മരണസംഖ്യയും കണ്ട് മനം മടുത്ത് ഇനി ഒരിക്കലും ആക്രമണത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയില്ല എന്ന് തീരുമാനിച്ച് ബുദ്ധമതം സ്വീകരിച്ചു. വളരെ രസകരം തന്നെയല്ലേ. എന്താണ് BCE? നേരത്തെ ADയും BCയും ആയിരുന്നല്ലോ. ADയും BCയും ഇല്ല. കോമൺ എറ അല്ലെങ്കിൽ സിയും ബിഫോർ കോമൺ എറ അല്ലെങ്കിൽ BCയും ആണ്. എങ്കിൽ ഇനി CE കുറിച്ചാകാം. 405 CEയിൽ ആണ് ചൈനീസ് ട്രാവലർ ഫായൻ ഇന്ത്യയിൽ വന്നത്. ആദ്യമായി വിദേശികൾ നമ്മുടെ രാജ്യത്ത് വന്നു തുടങ്ങിയത് ഏകദേശം ഈ സമയത്താണ്. 788 CEയിലാണ് 8ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യൻ ജനിച്ചത്. കേരളത്തിലെ കാലടിയിലായിരുന്നു ജനനം. ഒരു ഇന്ത്യൻ തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു. ഇതിന്റെ ചരിത്രപരമായ വികസനത്തിനും പുനരുജ്ജീവനത്തിനും 4 മഠങ്ങൾ സ്ഥാപിച്ചു. ആധുനിക ഇന്ത്യൻ ചിന്തയുടെ പ്രധാന ധാരകൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരിക്കാം. വളരെ കുറച്ചു മാത്രമേ ആയുസ് ഈ മഹാത്മാവിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥിലാണ് അദ്ദേഹത്തിന്റെ സമാധി നടന്നത്. 1112 CEയിൽ കുത്തുബ്ദീൻ ഐബക് കുത്തുബ് മിനാർ സ്ഥാപിച്ചു. 1498 CEയിൽ വാസ്കോഡ ഗാമ ആദ്യമായി എത്തി. 1526 CEയിലാണ് പ്രശസ്തമായ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത്. അക്ബറും ബാബറും തമ്മിലായിരുന്നു യുദ്ധം. 3 പാനിപ്പട്ട് യുദ്ധങ്ങൾ നടന്നു. 1526-ലും 1556-ലും 1761-ലും. 1540 മെയ് മാസത്തിലാണ് ഹുമയൂണും ഷേർഷയും ചേർന്ന് ഖനൗജ് യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിലാണ് ഹുമയൂൺ ചക്രവർത്തിക്ക് മുഗൾ സാമ്രാജ്യം നഷ്ടമായത്. 1556-ൽ അക്ബർ ചക്രവർത്തിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. മൂന്നാം കർണാട്ടിക് യുദ്ധം എന്നറിയപ്പെടുന്ന ബാറ്റിൽ ഓഫ് ആൻഡിവേഴ്സ് നടന്നത് 1760-ലാണ്. തമിഴ്നാട്ടിലെ വംദവസിയിലാണ് ഇത് നടന്നത്. ഫ്രഞ്ച് ബ്രിട്ടീഷ് കോളനികൾ തമ്മിലുള്ള യുദ്ധം.
ബ്രിട്ടീഷ് ഫ്രഞ്ചിനെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു. തമിഴ്നാടിൻ്റെ പല പ്രദേശങ്ങളിലും പോണ്ടിച്ചേരിയിലും അവർ ആധിപത്യം സ്ഥാപിച്ചു. 1767 ഹൈദർ അലി ആദ്യ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തോൽപ്പിച്ചു. 1775 വാറൻ ഹേസ്റ്റിങ്സ് പ്രഭു ആദ്യ ഗവർണർ ജനറലായി. 1853 ബോംബെ താനെ റൂട്ടിൽ ആദ്യ റെയിൽ യാത്ര നടത്തി. 1857 പ്രശസ്തമായ ശിപ്പായി ലഹള നടന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് എതിരായാണ് ശിപ്പായി മ്യൂട്ടിനി അല്ലെങ്കിൽ ശിപ്പായി ലഹള. ബ്രിട്ടീഷുകാർ അന്ന് ഇന്ത്യയിൽ നിയമിച്ച പട്ടാളക്കാരാണ് ശിപ്പായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ ലഹള ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചമർത്തി. സ്വാമി വിവേകാനന്ദയുടെ ജനനം 1863 ഇന്നത്തെ ബംഗാളിലായിരുന്നു ജനനം. നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആത്മീയ ചായ്വ് ഉണ്ടായിരുന്ന ഗുരു രാമകൃഷ്ണൻ അദ്ദേഹത്തെ ഒത്തിരി സ്വാധീനിച്ചു. ദൈവസേവനം മനുഷ്യരാശികളുടെ സേവനത്തിലൂടെ നൽകാവുന്നതാണ് എന്ന് പഠിപ്പിച്ചു. 1893 ലോക മതങ്ങളുടെ പാർലമെന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അമേരിക്കയിൽ പോയി. ദേശസ്നേഹിയായ ഒരു വിശുദ്ധൻ എന്ന് ഇദ്ദേഹത്തെ കണക്കാക്കാം. നവ അദ്വൈത സിദ്ധാന്തമാണ് ഇദ്ദേഹം പ്രചരിപ്പിച്ചത്. 1902 മഹാസമാധി നേടി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉത്ഭവം. 1911 ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. 1917 ചമ്പാരൻ സത്യാഗ്രഹം, ഗാന്ധിജി നയിച്ച ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം. ഇത് നടന്നത് ഒരു കർഷക കലാപത്തെ തുടർന്നായിരുന്നു. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് നടന്നത്. 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഇൻഡിഗോ പ്ലാന്റർമാരെ അടിച്ചമർത്തുന്നതും പട്ടിണിക്കിട്ട് പണിയെടുപ്പിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. അതിനെതിരെയായിട്ടാണ് സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയിലെ ആദ്യ നിയമലംഘന പ്രസ്ഥാനമായിരുന്നു ഇത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 വളരെ സമാധാനപരമായ സ്വാതന്ത്ര്യ സമര നേതാക്കളായ ഡോക്ടർ സൽഫുദ്ദീൻ്റെയും ഡോക്ടർ സത്യപാലിൻ്റെയും അറസ്റ്റിനെതിരെ ജാലിയൻവാലാബാഗിൽ ഒത്തുകൂടിയിരിക്കുന്ന ജനങ്ങൾക്കു നേരെ ബ്രിട്ടീഷുകാർ നിറയൊഴിച്ചു. കുറഞ്ഞത് 1000 പേരെങ്കിലും കൊല്ലപ്പെട്ടു. പുറത്തേക്കുള്ള വഴികൾ പട്ടാളം അടച്ചിരുന്നു. ഏവരെയും വേദനിപ്പിച്ച ഒരു കൂട്ടക്കൊലയായിരുന്നു അത്. മഹാനായ ടാഗോർ തൻ്റെ നൈറ്റ് പദ്ധതി ഇതിനു ശേഷം ഉപേക്ഷിച്ചു. 1920 നടന്നതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ബ്രിട്ടീഷുകാരുടെ എല്ലാ സേവനങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ചൗരി ചൗര സംഭവത്തിന് ശേഷം 1922 പ്രസ്ഥാനം പിൻവലിച്ചു. ഫെബ്രുവരി 12 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു നിയമലംഘന പ്രസ്ഥാനമായിരുന്നു ഇത്. ഗാന്ധിജി തൻ്റെ 740 അനുയായികളുമായി സബർമതി ആശ്രമം മുതൽ ദണ്ഡി വരെയുള്ള 390 കിലോമീറ്റർ ഒരു മാർച്ച് നടത്തി. ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഉപ്പ് നികുതിക്കെതിരെ ആയിരുന്നു ഈ സത്യാഗ്രഹം. ഈ പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും അതോടൊപ്പം നമ്മുടെ ജനങ്ങൾക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും നൽകി. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 1942 ബോംബെയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സെഷനിൽ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. അടുത്ത ദിവസം ഗാന്ധി, നെഹ്റു, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ എന്നിവരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് വ്യാപകമായ പ്രതിഷേധം നടന്നു. ഡു ഓർ ഡൈ എന്നതാണ് ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തത്. 1942 തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ആർമി രൂപീകരിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം തങ്ങളുടെ കോളനികളുടെ മേൽ ബ്രിട്ടീഷ് ആധിപത്യം കുറഞ്ഞു. ഇന്ത്യയുടെ സഹായം യുദ്ധത്തിൽ വേണ്ടി വന്നപ്പോൾ കോൺഗ്രസുമായി ഒരു ഒത്തുതീർപ്പ് ആവശ്യമായി വന്നു. അതോടൊപ്പം ക്രിപ്സ് മിഷൻ, ഇന്ത്യൻ നാഷണൽ ആർമി, റോയൽ ഇന്ത്യൻ നേവിയുടെ കലാപം, ക്യാബിനറ്റ് മിഷൻ എന്നിവയെല്ലാം ചേർന്നപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം തരാൻ ബ്രിട്ടീഷ് നിർബന്ധിതരായി. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. മൗണ്ട് ബാറ്റൻ പ്ലാനിലൂടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി തിരിഞ്ഞു. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഫ്രണ്ട്സ്. ഇവിടെ നമ്മുടെ ചരിത്രം അവസാനിക്കുന്നില്ല. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിലൂടെ ഒന്ന് നടന്നു എന്ന് മാത്രം. നമ്മുടെ രാജ്യം എന്നും ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്.
an icon, man. My girl about a 10. I should fuck her in a Benz.